ഈ സമയത്ത് മേനിവേദന കാലുവേദന കർക്കിടക മാസമാണ്. നിങ്ങളതൊന്നും അറിഞ്ഞില്ല. കണ്ണൂർ ജില്ല വ്യൂസ് 400 വ്യൂസ് കിട്ടിയ വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ അതിന് അത്ഭുതപ്പെടും. ഒരു ഫോളോവേഴ്സ് ഇല്ലാതെ എങ്ങനെ എത്ര വ്യൂസ് കിട്ടിയത്. ആ വ്യൂസ് കിട്ടുന്ന കാരണം കൊണ്ടാണ് പിന്നെയും ഇവിടെ വന്നുകൊണ്ട് കണ പറഞ്ഞു കൊണ്ട് പോണത്. അല്ല, നല്ല കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു പോണത്. ഞാൻ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോകാൻ. എനിക്ക് പൈച്ചുണ്ട് കുട്ടികളെ പൈച്ചിൽ നിന്ന് എത്തുണ്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഉലുവാക്കഞ്ഞി ഉണ്ടാക്കി പോസ്റ്റ് ആക്കാം. അങ്ങനെ വന്നതാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ വേഗം നവരരി എടുക്കണം. ഉലുവ പറഞ്ഞ നവരയാണ് എടുക്കുന്നത്. നമ്മൾ കുറച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മളെ മൂപ്പരാക്കാക്കും എനിക്ക് ഇത് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുള്ളത് ഇത് ഫോളോ ചെയ്യണം. എൻ്റെ ചാനൽ ഫോളോ ചെയ്യണം. യൂട്യൂബിലും ഉണ്ട്, ഞാൻ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ഞാനൊന്ന് കയറി നോക്കുന്നുണ്ട്. അവിടെ നോക്കട്ടെ, നല്ലതോടെ നോക്കട്ടെ. അവിടെ വെച്ചാൽ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ എത്തടേണ്ടതെന്ന് ചോദിച്ചാൽ ഉലുവട നമ്മൾ കുറച്ചുണ്ടാക്കണുള്ളൂ കേട്ടോ. നമ്മൾ 2 ആക്കുള്ള കഞ്ഞി ഉണ്ടാക്കണം. കുട്ടികളത് കുടിച്ചൂല എന്നല്ല. പിന്നെ ഒരു സ്കൂൾക്കും പോയിക്കണേ. ഇപ്പോൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനും അവർക്ക് ഈ കഞ്ഞിയൊന്നും കൊടുത്താൽ മാണ്ടിയില്ല. അതുകൊണ്ട് നമുക്ക് മാത്രമുള്ള ഇടുകയാണ്. അപ്പോൾ ഇത് കേക്ക് കൊണ്ടുവരിക, നല്ലോണം കേൾക്കുക. പിന്നെ ഉലുവ എടുത്ത് കണ്ട് തിക്കിടുക. ഉലുവക്ക് അളവും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സുമാർ അളവിൽ അവിടെ ഇട്ട് കൊടുക്കുക. അത്ര തന്നെ ചേർക്കണില്ല. നവരരി അങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് പൊയിങ്ങി തിന്നാ വിചാരിച്ചു. നവരരി നല്ലതാണ്. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നവരരി. വെള്ളത്തിട്ട് നിങ്ങൾക്ക് കാണില്ലല്ലോ. ഈ കുക്കറിൻ്റെ കരിഭാഗം നിങ്ങൾക്ക് കാണുന്നത് പോവില്ല. കുട്ടികളെ പോവില്ല. കുറേ കാലം വെച്ചപ്പോഴേ പോവുള്ളൂ. അപ്പോൾ നമ്മളെ ഈ നവരരിക്ക് നമ്മൾ ഉലുവ ഇടാൻ പോവാണ്. എത്ര ഉലുവ ഇടണ്ടേ വെച്ചാൽ മാണ്ടിയോല ഇടുക. കാരണം ഈ ഉലുവ വെള്ളത്തിലിട്ടിച്ച് പോയിന്. അത് നമുക്ക് കുറച്ചങ്ങോട്ട് വാരിയിടാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉലുവ കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനതൊന്ന് കുടിച്ച് നോക്കട്ടെ. കയ്പ്പ് ഉലുവ പിന്നെ കയ്പ്പല്ലാതെ മധുരം ഉണ്ടാവില്ല. എന്തൊക്കെ ഞാൻ പറയും. അപ്പം ഞാനേ ഇതിലേക്ക് ഇടാൻ പോവാണ്. കുറച്ചധികം ഇട്ടെടുക്കട്ടോ. ഉലുവ കഞ്ഞി പോലെയല്ല നമ്മൾ ഉണ്ടാക്കണേ. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഇട്ടെടുക്കുക. കുറച്ച് വെള്ളം അതിട്ട് ഒഴിച്ചെടുക്കുക. കുറച്ചധികം ഉലുവ ഇടാം. ഉലുവ പുറത്ത് ഉണ്ടാക്കുന്ന കഞ്ഞിയിൽ കുറേ ഉലുവ ഇടണം എന്ന് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണവർ ഇവിടെ വന്നിട്ട് ലൈക്ക് അടിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത്യാവശ്യം ഉലുവ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടമാനം ഉലുവ ഉണ്ട്. ഉലുവ ഉണ്ടാകുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉലുവ കഞ്ഞിയിൽ ഉലുവയാണ് ടേസ്റ്റ് ഇട്ടു. അതുകൊണ്ട് ഉലുവ ഇട്ടെടുക്കുക. ശരീര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ നല്ലതാണ് ഉലുവ എന്നുള്ളത്. ഇതിക്കുമാണെങ്കിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാം. ചെറുപയറിടാം. പിന്നെ അതേപോലെ നവരരി കൊടുക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഉന്നത പദവിയിലെത്തിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇന്നലെ ഞാൻ നന്ദിലത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ നന്ദിലത്താർ എൻ്റെ വീഡിയോ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടിക്കണമെന്ന്. അപ്പോൾ ഓരോരുത്തർ എത്തിയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഓരോരുത്തർ എത്തിച്ചാണ് എൻ്റെ വീഡിയോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഓരോരുത്തർ എത്തി. എന്നിട്ട് നന്ദിലത്താർ എൻ്റെ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബാങ്ക് കൊടുക്കണം മുണ്ടാകട്ടെ. കഞ്ഞിയാണ്ട് അടുപ്പത്തേക്ക് കയറ്റി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ വോയിസുമായിട്ടാണ് മുന്നോട്ട് പോകാൻ. വോയിസ് ഓവർ എടുക്കുമ്പോൾ സ്പീഡ് കുറവാണ്, സ്പീഡ് കൂടുതലാണ്. അതല്ല നല്ലത്. സ്പീഡ് കുറക്കല്ലല്ലേ നല്ലത്. കൂട്ടി പോകാണ്ട് മാണ്ടിയത്. ചെറിയ ഉള്ളി നല്ലോണം ചേർക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെത്തൊക്കെ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കണം. കഞ്ഞിക്കും ചേർക്കണം. നമ്മൾ മുട്ട പൊരിച്ചാൻ പോകുന്നുണ്ട്, പയറുപ്പേരി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. എല്ലാത്തേക്കും ഉള്ള ചെറിയ ഉള്ളി നമ്മൾ കണ്ണടച്ചിട്ട് കൈ തുറന്ന് വെച്ചിട്ടാണ്ട് അരിഞ്ഞാണ്ട് എടുക്കുക തന്നെ. അല്ലാത്ത നമ്മൾ കണ്ടമാനം അരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അടുത്ത ചിന്ത, എങ്ങനെ ഇപ്പോൾ ഇത് ഉണ്ടാക്കാന്ന് ആലോചിച്ചാണ് നിന്നപ്പോഴാണ് ആദ്യം നമുക്ക് തേങ്ങാപ്പാലെല്ലാം ഉണ്ടാക്കേണ്ടത്. തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എത്ര അളവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാത്ത. എങ്ങനെയെങ്കിലുമൊക്കെ അളവ് എടുത്താണ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഉണ്ടാക്കുക, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ തേങ്ങാപ്പാലിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടാലോ? എന്തിനാ നമ്മൾ കുറക്കണത്? കുറച്ച് ചെറിയ ഉള്ളി കിടക്കട്ടെ. നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കണത്. ചെറിയ ഉള്ളി ഇതിൻ്റെ ഇതെല്ലാം എടുക്കണത്. എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് മാറ്റാൻ പോവാണ്. അരിച്ചെടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൈപ്പുണ്യം ചെല്ലാൻ വേണ്ടിയിട്ട് കജ്ജിട്ടാണ്ട് ഇളക്കിയിട്ടുണ്ട് അരിച്ചെടുക്കുക തന്നെ. അല്ലാത്ത കാട്ട എന്നോട് എൻ്റെ മക്കൾ പറയാറുണ്ട്, ഇമ്മച്ചി കൈയിട്ടതേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കജ്ജിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കലാണ്. പണ്ടിൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ അമ്മ കജ്ജിട്ടിളക്കിയാൽ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക ചായ കുടിച്ചില്ല. പുട്ടിൽ കജ്ജിട്ട് കുഴച്ചാൽ ഞങ്ങൾ പുട്ടുന്നൂല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾ ഞാൻ സ്വഭാവം കൊണ്ടുവരരുതെന്ന് വിചാരിച്ചു ഞാൻ തുടക്കത്തിലേ കജ്ജിട്ടാണ് ചേലാക്കി. അല്ലാത്ത കാട്ടിനെ ഞാൻ അതൊന്നും തുടരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന വസ്വാസമായിരുന്നു. അത് അവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് വേറെ വസ്വാസം തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ കജ്ജിട്ടതേ ഓൽക്ക് പറ്റുള്ളൂ, ഞാൻ കജ്ജിടാത്ത ഓൽക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ കജ്ജിട്ടാക്കണേന്നാണ് പറഞ്ഞു വരുന്നത്.
അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുകയാണ്. അതല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. എത്ര തേങ്ങാപ്പാൽ എടുക്കണ്ടേ, കുറുക്ക് പരുവത്തിലെടുക്കണ്ടേ, പച്ചവെള്ളം നീട്ടി പരുവത്തിലെടുക്കണ്ടേ, വെള്ളം നീട്ടി പരുവത്തിലല്ല നമ്മൾ എടുക്കണ്ടേ, നമ്മൾ കുറുക്ക് പരുവത്തിലെടുക്കണ്ടേ. നമ്മൾ കഞ്ഞിക്കാണല്ലോ നമ്മളിത് ഉണ്ടാക്കണം. അതുകൊണ്ട് കുറുക്ക് പരുവത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കുക്കർ നേരം അങ്ങനെ കൂക്കലോട് കൂക്കല. അടുത്തായിട്ട് നമുക്ക് മിക്സിൻ്റെ ജാർ ഒന്നും കൂടി ചുറ്റിയേണ്ട. ആ ജാറിൻ്റെ നമുക്ക് ഇതിലൊന്നും ഉണ്ടാക്കിയാലോ. വെറൈറ്റി റെസിപ്പി പറ്റൂലേ എനിക്കറിയില്ല. ഞാൻ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കണ ഒരു ഐറ്റമാണ്. ഞാൻ തിന്ന് കഴിഞ്ഞിട്ടാണല്ലോ വോയിസ് എടുക്കണം. അതുകൊണ്ട് അടിപൊളിയാണെന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേന്ന് അറിയില്ല. സത്യമാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതെന്താ ഉണ്ടാക്കണമെന്നല്ലേ നിങ്ങൾ കണ്ടോളി. അന്തം വിട്ട് കണ്ട് നോക്കി നിൽക്കും നിങ്ങൾ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെന്ത് ചെയ്യണേ, നമ്മൾ 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഈ കുരുമുളക് ചതിയിലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മുട്ട ഉടച്ച് കണ്ട് അയക്കാണ്ടിട്ടിട്ട് അരച്ചങ്ങോട്ട് കൊണ്ടുവരാമെന്ന്. ഒറ്റ തരി പോലും കുരുമുളക് ഉണ്ടാകരുതെന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത പണിയാണ്. അപ്പം അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് അങ്ങനെ ഉണ്ടാവും. മുട്ടയും തക്കാളിയും കുരുമുളകും ചേർത്ത് വേറെ ലെവലായിരിക്കും മക്കളെ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നും ഒരേപോലെ ഉണ്ടാക്കാതെ ഒരു വെറൈറ്റിക്കൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡബിൾ ലൈക്ക് ചെയ്യുക, ട്രിപ്പിൾ ലൈക്ക് ചെയ്യുക. ലൈക്കൊക്കെ ചെയ്ത് ഡിസ്ലൈക്ക് ആക്കി മാറ്റരുത് ഞങ്ങളോട് പറയില്ല. അത്രയും കഷ്ടപ്പെട്ടൊക്കെയില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണം, നിങ്ങൾക്ക് ഇത് കഷ്ടപ്പാടായി തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഇതിൻ്റെ വള്ളൻ്റെ ഉള്ളിൽ കാക്കാനല്ലേ എല്ലാം മുറിയെ പണി ചെയ്ത പല്ല് മുറിയെ തിന്നാന്നല്ല. അതല്ല ഇപ്പം ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണല്ലേ. ഇനിയിപ്പോൾ എന്തിനാ ഇതായിട്ട് തീ കുറക്കണേ. 2 മുട്ട പൊട്ടിച്ച് വെച്ചാൽ ഒരു തക്കാളി ഇട്ട് ഒരു പച്ചമുളകിൻ്റെ കണ്ടിട്ടെടുത്ത് ആവശ്യത്തിലേറെ കുരുമുളക് ഇട്ടെടുത്ത് ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഇനി നമ്മൾ ഇളക്കി കൊഴിച്ചും നേരം കളയണ്ടാന്ന് വിചാരിച്ച് മിക്സിൻ്റെ അടുപ്പണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ട് കറക്കി കൊണ്ടുവരാന്ന് ജസ്റ്റ് നല്ലങ്ങോട്ട് അരഞ്ഞാണ് പോന്നോട്ടെ. ഇനി നമ്മൾ എന്തപ്പോൾ കാട്ടണ്ടേ, ഇനിയിപ്പോൾ ഏതാ ചെയ്യുക, ആദ്യം എന്തോന്ന് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ആരാണ്ടൊക്കെ പറയണം നിങ്ങൾ എന്താ ചെയ്ത് കണ്ട ചട്ടി ഒന്ന് കയറ്റി വെച്ചാണ് വേഗം ഒന്ന് ഉണ്ടാക്കി പോകേണ്ടത് പോലെ. കമലൊരു വീഡിയോ എത്രങ്ങാനും നേരമാണ് ഈ വീഡിയോ ഒക്കെ പിടിച്ചിക്കണേ. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇന്നല്ല നിങ്ങളെ വർത്താനം കേൾക്കാൻ എന്തോ ഒരു ചെറുക്കാണല്ലേ, നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ എങ്ങനത്തൊക്കെ ആൾക്കാർ വന്നിട്ട് വീഡിയോ കാണിച്ച മനസ്സിനിട്ട് 4 ലൈക്ക് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ഞാനല്ല നിങ്ങളോട് നന്ദി അറിയണ്ടേ. ഇത് നേരെ തല തിരിഞ്ഞു പോയല്ലോ. ഏതിൽ ചട്ടിക്ക് നല്ലോണം തിരിച്ചു പിടിച്ചിക്കണേ. അപ്പം ഇനി നമ്മൾ എത്ര ഇതിൽ കുറവുള്ളത് നമ്മളൊന്ന് തിന്നോക്കണമല്ലോ. അല്ലാതെ എങ്ങനെ നമുക്കിതറിയോ ഇതിൽ ഉപ്പുണ്ടോ, മുളകുണ്ടോ, എരിവ് കൂടിയിക്കണോ അതോ കുറഞ്ഞിക്കണോ, എന്തെങ്കിലും കുറയാൻ എന്തായാലും സാധ്യതയില്ല. എത്രങ്ങാനും കുരുമുളകല്ലേ നമ്മളേക്ക് വാരിട്ടിക്കണേ. അതുകൊണ്ട് കുറയൂല. അതിൻ്റെ ഇടയിൽ എത്ര കൂക്കലാണ്. കുക്കർ കൂക്കിയതോ എന്നിട്ടും റെഡി ആയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. നവരരിയല്ലേ, നല്ലോണം വെന്തം കിട്ടണം. വെന്തലിഞ്ഞാലാണ് ഉലുവ ഉടഞ്ഞാണ്ട് ഇങ്ങോട്ട് ഇല്ലാതാവുമ്പോഴാണ് ആ കഞ്ഞിക്ക് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കഞ്ഞിക്ക് റെഡി ആയെന്ന് തോന്നില്ല, കുക്കറിനെ അവിടെ കാണാമല്ലോ. അതുകൊണ്ട് കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും. കുറേ അങ്ങോട്ട് കൂക്കിച്ചാണ്ട് അതിനങ്ങോട്ട് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഉപ്പ് കുറവാന്നൊരു തോന്നൽ. പിന്നെ നമ്മൾ സ്പൂണൊന്നും തരഞ്ഞിട്ട് കാണാമല്ലോ, സ്പൂണൊന്നും കാണാൻ തന്നെ അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉപ്പിട്ട് കണ്ട് ഒരു കത്തിയോണ്ട് പിടിച്ചങ്ങോട്ട് അല്ല ഞാനിപ്പോൾ എന്തിനാ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്തത്, വെറുതെ കാണാൻ വെച്ചതിന് അല്ലല്ലോ. ഞാൻ ഇതിക്കല്ല ഇപ്പം ഇത് ചെയ്തിന്. ഇനി ഇതിലിപ്പോൾ എപ്പോഴാണ് ഇടുക, നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കണ്ട് അരച്ചാൽ കൊണ്ടുവന്നാലോ റെഡി ആവില്ല. കുട്ടികളെ അരച്ച് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. നമുക്ക് ഇത് മുട്ടൻ്റെ ഒപ്പം കടിച്ചണ്ടേ എന്തൊക്കെ ഞാൻ പറഞ്ഞാണ്ട്. എനിക്ക് ഉണ്ടല്ലോ തെറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2ാമത് എഡിറ്റ് ചെയ്യാനുള്ള ക്ഷമയും കൂടിയില്ല. പിന്നെ ഞാനൊക്കെ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലൊക്കെ തുടരാൻ എനിക്ക് പറ്റണേ. എനിക്കറിയില്ല ഏതെങ്കിലും എങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചേ. നമ്മളിതിക്ക് കലക്കി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത്ര എനിക്ക് പറയാനുള്ള, വേറെ നിങ്ങളോട് പറയല്ല. നിങ്ങളിതുപോലെ കലക്കി വെച്ചോക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ്. പോത്തിൻ്റെ തലച്ചോറ് വരട്ട മാതിരി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചട്ടി മാങ്ങാത്തോല് മാങ്ങണ്ടോല് മാങ്ങിക്കോളി, മാങ്ങാണ്ടത്തോല് മാങ്ങണ്ടം പോലോ എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ചട്ടിക്ക് 286 രൂപയുള്ള കുറഞ്ഞ റേറ്റിന് നല്ല അടിപൊളിയായിട്ട് മുട്ട വെച്ചെടുക്കാൻ പറ്റും, തലച്ചോറ് വരട്ടിയെടുക്കാൻ പറ്റും, ചിക്കൻ ഫ്രീ ആക്കി എടുക്കാൻ പറ്റും, മട്ടൻ ഫ്രീ ആക്കി എടുക്കാൻ പറ്റും, പലതും ബീഫ് വരട്ടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്സ് വീഡിയോയിലേക്ക് എല്ലാ ഷോർട്സിലും ഈ ചട്ടി അങ്ങോട്ട് ടാഗ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ പോയിട്ട് വാങ്ങിക്കോളി. എല്ലായിടത്തും എൻ്റെ ചാനലിൻ്റെ പേര് ഒന്ന് തന്നെയാണ്, നെച്ചിയൻ വ്ളോഗ്. എങ്ങനെ പോയാലും നെച്ചിയൻ വ്ളോഗ്. അപ്പം നമ്മൾ എന്തപ്പം ഇതിക്ക് ചേർത്തിക്കണം. ഒരു പച്ചപ്പില്ലായിട്ട് ലുക്കില്ല, അതുകൊണ്ട് നമുക്ക് ലുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ. പച്ചപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിൻ്റെ ഇല കൊത്തി അരിഞ്ഞത് ഈ ചേർത്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാറെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചേർത്തെടുക്കുന്നത്. ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കിത് പിടിച്ചാൽ കിട്ടണില്ല. കുട്ടികളെ അത് മറിച്ചിടാൻ എത്തപ്പനി നമ്മൾ കാട്ടത് മറിച്ചിടാൻ കഴിച്ചൂലല്ലോ. എന്തപ്പം ഇങ്ങനെയൊക്കെ ആയത് എനിക്കറിയില്ല.
എന്തപ്പം നമ്മൾ ഈ ദുർബല നിമിഷത്ത് ചെയ്യേണ്ടത്? ചട്ടകമെല്ലാം ഏറ്റിപ്പിടിച്ച് കൊണ്ടുവരിക. ഏത് ചട്ടകം കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ആ ചട്ടകം എടുത്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് വെക്കുക. തിരിച്ചും മറിച്ചു വിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ താൽച്ചോറ് വരട്ടിയ മാതിരി ഉണ്ടാവും, അല്ലെങ്കിൽ മുട്ട പൊരിച്ചുണ്ടാവും. അതേ നിങ്ങൾക്ക് ഏതതി മാണ്ടി വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് ഈ തലച്ചോറ് വരട്ടേൻ്റെ ഒരു ടേസ്റ്റ് അതിന് കിട്ടി. എങ്ങനെ ആ ടേസ്റ്റ് കിട്ടുകയെന്ന് എനിക്കറിയില്ല. എൻ്റെ തലച്ചോറ് മൈ വെക്കങ്ങാൻ ചാടിയോ എനിക്കറിയില്ല എന്ത് സംഭവിച്ച്. എന്തൊരു ടേസ്റ്റ് തിന്നേണ്ടുള്ള വോയിസൊക്കെ ഇവിടെ പറയേണ്ട കാര്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണല്ലേ ഉള്ളൂ. എന്താണ് ഇങ്ങനല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു. നല്ലോണം തിരിച്ചും മറിച്ചു വിട്ടുകാണ്ട് ചട്ടിയിൽ നല്ലോണം ഇളക്കിയാലും യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താണ്, ഇത് നോൺ സ്റ്റിക്ക് അല്ല, ഇത് ഇരുമ്പാണ്. ഈ ഇരുമ്പ് പള്ളൻ്റെ ഉള്ളിക്കായ നല്ല കുട്ടികളായെന്ന് വർദ്ധിക്കുന്നതാണ് പറയാനുള്ളത്. കാൽസ്യം അയണ രക്തത്തിന് രക്തം ഉണ്ടാകാൻ വേണ്ടി എത്ര ഗുളിക നമ്മൾ പള്ളർച്ച് കുടിച്ചണം. അതിനൊന്നും നിൽക്കണ്ട. ഇരുമ്പ് ചട്ടി വാങ്ങിയിട്ട് ഓരോ റെസിപ്പി അതിൽ അങ്ങോട്ട് ഉണ്ടാക്കാം. എന്നിട്ട് ചട്ടിയിലിട്ട് നല്ലോണം ഒരത്. അപ്പോൾ കുറച്ച് ഇരുമ്പ് നമ്മളെ പള്ളൻ്റെ ഉള്ളിൽ അകൊന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരതി നമ്മൾ ഇതങ്ങോട്ട് എടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ മുട്ട പൊരിച്ച ആർക്കും അറിയാത്ത എല്ലാവർക്കും അറിയില്ല. ഇത് ഞാൻ തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അല്ല, ഞാൻ ടേസ്റ്റിൻ്റെ കാര്യം എന്തിനാ ഇപ്പം ഞാൻ വീണ്ടും പറയണേ. അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ലല്ലോ. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചാൽ പോകണല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ട്രിപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ലോങ് ആയി പോകും. കുറച്ച് രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് വേണ്ട. എത്രങ്ങാനും നേരമല്ല ഒരു മുട്ട നമ്മൾ പൊരിച്ചെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് പയറുപ്പേര് ചൂടാക്കണ്ടായി. അത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ആലോചിച്ച് കഞ്ഞില്ലാതെ എന്തിനപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കണം. ആദ്യം കഞ്ഞിയെല്ലാം റെഡിയാക്കേണ്ടതെന്ന് പിന്നെയാണ് എൻ്റെ തലച്ചോറിലെ ബോധ്യം വെച്ച്. ഇതിൽ കഞ്ഞി നമുക്ക് റെഡിയാക്കാനുള്ള. അപ്പോൾ തന്നെ വെന്ത് അലിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ ഉടച്ചിങ്ങോട്ട് അലിയിപ്പിച്ചണം എന്നാണ് എനിക്ക് പറയുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി. കർക്കിടക കഞ്ഞിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾ മറന്നു പോരുത്. നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കും. ആരണ്ട പറയുന്നത് കഷ്ടപ്പാട് എന്തോന്ന് കഷ്ടപ്പാട് മൂക്കറ്റ് തിന്നു ചേച്ചി എന്നിട്ട് ആ വീഡിയോ എടുക്കും ചേച്ചി. എന്താ ഇങ്ങനെയൊക്കെയാണ്? അല്ലല്ല ഞങ്ങൾക്ക് വേണ്ടി എന്നെ സത്യമായിട്ട് എടുക്കണേ. അല്ലെ ഇപ്പം ഞാൻ ഈ ഉലുവാക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ എനിക്ക് എന്താ വിരാന്ത? അത് ഈ മാസത്തിൽ ഉലുവാക്കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ആത്മാർത്ഥത ഉണ്ടായില്ല. അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ നേരം വൈകി പോയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാതെ പറ്റില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങോട്ട് ഇറക്കി വെച്ച് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് കുറുകി റെഡി ആയിക്കൊള്ളുന്നുണ്ട് പറയുള്ളത്. ഇപ്പം കണ്ടങ്ങൾക്ക് വെള്ളം ഏറിയ പോലെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇല്ലാത്ത പോലെ തോന്നും. അപ്പം ആ ടൈമിൽ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഇഞ്ഞും ആണെങ്കിൽ ചേർത്തെടുക്കുക. തേങ്ങാപ്പാൽ അവിടെ മാറ്റിച്ച് കണ്ടില്ല നിങ്ങൾ. അത് നമുക്ക് ഇഞ്ഞും ആണെങ്കിൽ ചേർക്കാം. നിങ്ങൾ എന്തിനും ടെൻഷനാണ്? നമ്മൾ വാലിൽ അടുത്ത ഇരുമ്പ് ചട്ടി നമ്മളെടുത്തു. ഇതിപ്പോൾ എന്തിനാ നമ്മളെടുത്തത് എന്തിനാണ് പറഞ്ഞിരങ്ങൾക്ക്? അല്ല പിന്നെ അത് ഈ കുറച്ച് നെജ്ജുറ്റിച്ചാണ്ട് നമുക്ക് ഇതിനൊന്ന് വറവിടണ്ടേ. അതായത് കഞ്ഞിയൊന്ന് വറവിട്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ഉണ്ടാക്കണമെങ്കിൽ ഒരു 1.5 ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഉണ്ടാക്കാൻ തന്നെ നിൽക്കരുതെന്ന് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണവർ വീണ്ടും ഫോളോ ചെയ്യാന്നാണ് പറയാനുള്ളത്. അപ്പം എങ്ങനെ നമ്മൾ ഉള്ളി വറവിടണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നതാ ഒന്നും ആലോചിക്കാമല്ല. നേരെ അതിക്കാണ് കൗത്തി വെച്ചിട്ട് വീണ്ടും ഉടച്ചതിനുണ്ട് ഇല്ലാണ്ടാക്കുക. പിന്നെ അതിക്ക് തേങ്ങാപ്പാലും ചേർക്കുക. തിരിച്ചിങ്ങോട്ട് തന്നെ ഒഴിച്ചാൽ ഈ ചട്ടിയിൽ എങ്ങനെ ഇത് എന്ത് വെട്ടത്തരാണ് ഈ ചെയ്യണത്. അല്ലാതെ പിന്നെ ആ ചട്ടിക്ക് പറഞ്ഞിട്ട് കാരണം ഇതിലല്ലേ ഞാൻ ഉള്ളി മൂപ്പിച്ചിരിക്കണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോയി. ഭയങ്കര ലോങ് ആയിപ്പോയി. ഞാനല്ല വോയിസ് ഇടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തെറ്റി സബ്സ്ക്രൈബർമാരും യൂട്യൂബറുടെ ഫോളോവേഴ്സും ഒക്കെ പാടിൻ്റെ കുടുംബക്കാരെ എന്താ ചെയ്യുക. അപ്പം നിങ്ങളോട് എത്ര പറഞ്ഞാലും വർത്താനം കൊണ്ട് നിൽക്കുന്നില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്നുള്ളത്. ഇതിനൊരു ചികിത്സ ആവശ്യമാണ്. അല്ലല്ല തെറ്റി ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന കണക്കിൽ കാണുകയാണെങ്കിൽ അതിനൊരു ചികിത്സ വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത്രയുള്ള വീഡിയോ ഒന്നുമില്ല. അപ്പം കഞ്ഞി വിളമ്പണ ലാസ്റ്റത്തെ മുഹൂർത്തത്തിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുമ്പോൾ പയറുപ്പേരിയുണ്ട്, മുട്ട ചോറ് പൊരിച്ച മാതിരി പൊരിച്ച സാധനമുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ, ബൈ. ആ നേരത്താണെങ്കിൽ പൊടുത്തം വിട്ട് ഉറക്കന്നേ. ഇത്രയും നേരമില്ലാത്ത ഉറക്കം തിന്നാ നേരത്തെ എത്താപ്പം കാട്ടാ ഉറങ്ങിയിട്ട് തിന്നേ. അത് തിന്നിട്ട് വോയിസ് എടുത്തിട്ട് തിന്നാ. അല്ലല്ല തെറ്റി എത്ര നേരം കഴിഞ്ഞിട്ടാ വോയിസ് എടുക്കണം. എന്നിട്ട് പിന്നെ ഉറക്കം തൂങ്ങിയിട്ട് വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതായത് തിന്ന് എത്താൻ കാട്ടണ്ടേന്ന് അറിയാത്ത പാമ്പുക്കൾ ഏരെ മുണങ്ങിയ ഒരു അവസ്ഥ എന്ന് പറയില്ലേ. അതാണ് ഇപ്പം സംഭവിച്ചത്. നല്ലോണം പയറുപ്പേരും കഞ്ഞിയും കുടിച്ച് പാളർച്ച് കുടിച്ചാൽ പിന്നെ ഉറക്കല്ലാതെ പിന്നെ വേറെ എത്ര പേരുക. അപ്പം നല്ല അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നേ പോസ്റ്റ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ കാലുവേദന, കജ്ജുവേദന, മുട്ടുവേദന, അവിടിമ്പടി വേദന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതുപോലെയുള്ള നാടൻ കഞ്ഞികളും ഉലുവ ചേർത്തുണ്ടാക്കി നോക്കുക. കർക്കിടക കഞ്ഞി കിറ്റ് കടയിൽ പോയി മാങ്ങണ്ടിയോലും മാങ്ങണ്ടത്തോലും മാങ്ങണ്ട. ഇത് നല്ല ചോറ് വറ്റിച്ച മാതിരി നല്ല അടിപൊളി വീഡിയോ, നല്ല അടിപൊളി റെസിപ്പി. ഓക്കെ, ബായ്. അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് മുന്നേ വരുന്നു.